വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കും. ബത്തേരി അർബൻ ബാങ്കിലെ നിയമന കോഴയും അന്വേഷണ പരിധിയിലുണ്ട്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, വയനാട് DCC ട്രഷറർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിലേറെ കൊള്ളക്കമുണ്ടാക്കിയതാണ്. അവിടെ ഒരു സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കോഴ ഇടപാടുകളും ഇതോട് അനുബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട്. അത് അന്വേഷണ വിധേയമാക്കുന്നു. വിജിലൻസ് ആണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ അർജുൻ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബാങ്കുകളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന ഉണ്ടായിരുന്നത്. 13 ബാങ്കുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അതിൽ 3 ബാങ്കുകൾ പരിശോധിച്ചതിൽ 2 ബാങ്കിൽ ഇദ്ദേഹത്തിന് 1 കോടി രൂപയുടെ കടബാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് NM വിജയന് 1 കോടി രൂപ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ബാധ്യത എങ്ങനെ വന്നു എന്നുള്ളത് പോലീസ് ആദ്യം അന്വേഷിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജിലൻസിന് കൂടി ഈ അന്വേഷണം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇനി മുതൽ ഈ സാമ്പത്തിക ബാധ്യതയും മാത്രമല്ല വിജയന്റെ സാമ്പത്തിക ബാധ്യതയും അതിലൂടെ തന്നെ ഈ ബാങ്കുകളിലെ ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ബാങ്കുകളിൽ വന്ന ഒരു കോഴ ആരോപണങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ വിജിലൻസ് ആയിരിക്കും ഇനി അന്വേഷിക്കുക. അതായത് ആ നിയമനത്തിൽ അത് നിയമനം നൽകണമെങ്കിൽ നിശ്ചിത തുക നൽകണമെന്നും അത്തരത്തിൽ തുക കൈപ്പറ്റിയിട്ടുണ്ടെന്നുമുള്ള തരത്തിലുള്ള രേഖകൾ നമുക്ക് ലഭിച്ചിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ മകന് ആ ബാങ്കിൽ ജോലി ലഭിക്കുവാൻ IC ബാലകൃഷ്ണൻ അടക്കം ആവശ്യപ്പെട്ടത് 30 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒരു കരാർ അടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതായത് കരാർ രേഖ അടക്കം പുറത്തുവിട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോയത്. പ്രത്യേക അന്വേഷണ സംഘത്തേക്ക് നിയമിച്ചുകൊണ്ട് DYSPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അതായത് ബത്തേരി DYSPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു. തുടർന്ന് ഈ അന്വേഷണത്തിനിടയ്ക്കാണ് ഇത്തരത്തിൽ 1 കോടി രൂപയുടെ കടബാധ്യത ഈ NM വിജയൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. മറ്റ് ബാങ്കുകൾ കൂടി ഇനി പരിശോധിക്കേണ്ടതുണ്ട്. 3 ബാങ്കുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇനി മറ്റ് ബാങ്കുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ കടബാധ്യത ഇദ്ദേഹത്തിനുണ്ടോ, ഈ കടബാധ്യത എങ്ങനെ വന്നു, മാത്രമല്ല ഈ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള രേഖകളൊക്കെ പുറത്തുവിട്ടതുകൊണ്ട് തന്നെ കൂടുതൽ അക്കൗണ്ടുകൾ അടക്കം കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്, കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഏതൊക്കെ സ്ഥലത്തു നിന്നും വീണ്ടും ആ പണം വന്നിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഏത് രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IC ബാലകൃഷ്ണൻ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് വയനാട് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നേതാക്കൾ തന്നെ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമുണ്ടായി. നേതാക്കൾ പലരും വിഭിന്ന അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടായി. IC ബാലകൃഷ്ണനെതിരെ തന്നെ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ പടപ്പുറപ്പാടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ IC ബാലകൃഷ്ണൻ MLA, അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ IC ബാലകൃഷ്ണൻ MLA കോൺഗ്രസിൻ്റെ MLA ആണ്. അദ്ദേഹവും ഈ ആരോപണത്തിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലേക്ക് BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ MLAയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലല്ലേ? അങ്ങനെ MLA ചോദ്യം ചെയ്യണമെങ്കിൽ നിയമസഭയുടെ പ്രത്യേക അനുമതി വാങ്ങുന്നതടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ അർജുൻ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം എന്ന് പറയുന്നത് IC ബാലകൃഷ്ണന്റെ അടക്കം പേരാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട കരാർ രേഖയിലുള്ളത്. അതായത് ആ കരാർ രേഖയിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു വ്യക്തിയുടെ മകന് വേണ്ടി ബാങ്കിൽ നിയമനം നൽകുവാൻ 30,000 രൂപ ആവശ്യപ്പെട്ടു. ആ 30,000 രൂപ നൽകി എന്നുള്ളതിന്റെ ഒരു കരാർ രേഖയായിരുന്നു 2 ദിവസം മുമ്പ്, അതിനു മുമ്പ് നമ്മൾ പുറത്തുവിട്ടത്. അത്തരത്തിലുള്ള രേഖകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ IC ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് ഈ രേഖകൾ, ഈ പണം കൈമാറുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ട് മാത്രമല്ല NM വിജയന്റെ കൈവശമാണ് ഈ തുക കൊടുക്കുന്നതെന്നും ആ കരാർ രേഖയിൽ വ്യക്തമായി പറയുന്നു. അന്ന് ഇതിനു മുൻപ് ഈ ഒരു പണം നൽകുന്ന സമയത്ത് ഇദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നു. അതായത് IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന ആരോപണം. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി പണം ഇവർ വാങ്ങിയിട്ടുണ്ട്. നിയമനം നൽകാമെന്ന്, അതായത് ഈ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന ആരോപണം. അത് ഈ ഒരു ബാധ്യത പിന്നീട് പുറം ലോകം അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം വാങ്ങിയത് പുറം ലോകം അറിഞ്ഞപ്പോൾ പിന്നീട് അത് NM വിജയന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് IC ബാലകൃഷ്ണൻ അടക്കമുള്ള ചില നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ അടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നേതാക്കളെല്ലാം കൈയൊഴിയുകയും പിന്നീട്
ഇതിൽ മനംനൊന്തായിരിക്കാം എൻ വിജയൻ മരണപ്പെട്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. എന്നാൽ തന്നെയും അതിന്റെ അന്വേഷണം നടക്കുകയാണ്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ബാധ്യത ഏത് തരത്തിലാണ് വന്നത്, എൻ വിജയന് വന്നത് എന്നുള്ളത് കൂടുതൽ പരിശോധിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. പോലീസ് സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യ സംബന്ധിച്ച അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എന്താണ് ഈ ആത്മഹത്യ കാരണം, ഈ സാമ്പത്തിക ബാധ്യതയാണെന്ന് തെളിഞ്ഞു. അത് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നുള്ളതടക്കം ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു പൊതുവെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇത്തരത്തിൽ ഈ ബാങ്കുകളിൽ എൻ വിജയൻ അടക്കം ഉൾപ്പെട്ടുകൊണ്ട് വാങ്ങിയ ഈ പണം, അതായത് ഇത്തരത്തിൽ ജോലി നൽകാമെന്ന് വാങ്ങിയ പണം അത് അവസാനം എൻ വിജയന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് അദ്ദേഹത്തിന് കൂടുതൽ മനോവിഷമം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയരുന്നത്. തീർച്ചയായും വയനാട് DCC ട്രഷറർ NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ സാമ്പത്തിക ഇടപാടുകളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ബത്തേരി അർബൻ ബാങ്കിലെ നിയമന കോഴവയും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. IC ബാലകൃഷ്ണൻ MLA ഇടപാടുകളും വിജിലൻസ് അന്വേഷണ പരിധിയിലേക്ക് വരാനുള്ള സാധ്യതകളാണ് ഉരുത്തിരിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ.